ആരോടും വൈരാഗ്യമില്ല. പിന്നെ ഒരു കല്യാണം കഴിക്കാത്തത് എന്താ? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ചേച്ചി കല്യാണം കഴിക്കാമെന്ന് സമ്മതം പറഞ്ഞാ മതി. ഞാൻ അച്ഛനോട് പറയാം നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ. എന്റെ ജാനു, എനിക്കിനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചാ ഞാൻ വിഷമിക്കുള്ളൂ. ചേച്ചി സന്യസിക്കാൻ പോവാണോ? നിനക്ക് ഈ നീളമുള്ള നാക്ക് എവിടുന്ന് കിട്ടി? ചേച്ചി കല്യാണം കഴിച്ചിട്ട് അതിന്റെ രസം അറിഞ്ഞിട്ട് വേണം എനിക്കൂടെ ഒന്ന് ആലോചിക്കാം. എന്റെ പൊന്നുമോളെ, അതിന് നീ എന്റെ കല്യാണത്തിന് കാത്തിരിക്കണ്ട. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കാം. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചേച്ചി അത് കണ്ടോ? എന്റെ മകനെ ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല. മോങ്കരയാതെ വാ. എന്താ? എന്തു പറ്റി? റൗഡി എന്നെ അപമാനിച്ചു. ഏതവൻ? ആ വാസു എന്ന് പറയുന്നവൻ ചേച്ചിയുടെ മുഖത്തൊരടി. നൊന്തോ? അടിയുണ്ട പിന്നെ നോവില്ലേ? കുഞ്ഞു കരയാതെ. ഇടതിക്കാരി, ഇതേ വകുപ്പ് വേറെയാ. ഞാൻ കാണിച്ചു തരാം. താനല്ലേ വാസു? അതെ. ആളുകൾ പറഞ്ഞ് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു താൻ ആളിത്തിരി പശയാണെന്ന്. നടക്കും സ്റ്റേഷനിലേക്ക്. എന്താ കാര്യം? കാര്യം പറഞ്ഞേ വരത്തുള്ളൂ. അറിഞ്ഞെങ്കിൽ കൂടെ സൗകര്യമായിരുന്നു. എന്നാൽ ഇത് പറയാതെ തന്നെ ഉടുമ്പൻ ജോസഫ് തന്നെ ഇവിടുന്ന് പൊക്കുന്നത് കാണണോ? ഉടുമ്പൻ ജോസഫ്? അതെ. ആളെ നോക്കാതെ വാചം അടിക്കാതെ ഓടുമ്പോ തനിക്ക് ഇയാളെ പൊക്കാളെ ശക്തിയുണ്ടോ? ഈ വിരട്ടലൊക്കെ സംതിങ് കിട്ടാനുള്ള വേലയാ. നയ പൈസ കൊടുക്കരുത്. അനാവശ്യം പറയരുത്. പിന്നല്ലാതെ ഏമാനിങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിക്കും.